ബാഹുബലി സെക്കൻഡ് പാർട്ട് ഒരുങ്ങുന്നു. ബാഹുബലി എന്ന സിനിമ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പായിരുന്നു. ഹോളിവുഡ് മാസ് സിനിമകളോട് കിടപിടിക്കുന്ന സാങ്കേതിക തികവുകളോടെ SS രാജമൗലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബാഹുബലി തെലുങ്കിലെ ഒന്നാം നിര ബാനറായ ആർക്ക മീഡിയ വർക്സിലെ ഷോബു യാർലാഗാദയും പ്രസാദ് ദേവനേനിയും ചേർന്നായിരുന്നു നിർമ്മിച്ചത്. യുവതാരം പ്രഭാസ് ആയിരുന്നു നായകൻ. സത്യരാജ്, രമ്യ കൃഷ്ണൻ, റാണ ദഗുപതി, അനുഷ്ക ഷെട്ടി, തമന്ന, രോഹിണി, നാസർ തുടങ്ങിയ തെന്നിന്ത്യയിലെ വലിയ താരക്കൂട്ടം തന്നെ ബാഹുബലിയിൽ അണിനിരന്നു. റാമോജി റാവു ഫിലിം സിറ്റിയിൽ കോടികൾ ഒഴുക്കി നിർമ്മിച്ച ബാഹുബലിയുടെ പടുകൂറ്റൻ സെറ്റ് സാബു സിറിൽ എന്ന കലാസംവിധായകന്റെ കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു. KK സെന്തിൽകുമാറിന്റെ ഛായാഗ്രഹണവും പീറ്റർ ഹെയ്ന്റെ ആക്ഷൻ രംഗങ്ങളും MM ഹീരവാണിയുടെ സംഗീതവുമെല്ലാം ബാഹുബലിയെ മാസ് ലെവലിലേക്ക് എത്തിച്ചു. സിനിമയിലെ യുദ്ധരംഗമായിരുന്നു ഹൈലൈറ്റ്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും തിയേറ്ററുകളിൽ ബാഹുബലി നിറഞ്ഞ സദസ്സിൽ മാസങ്ങളോളം പ്രദർശിപ്പിച്ചു. ബാഹുബലി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ നഗരമായിരുന്നു തിരുവനന്തപുരം. ബാഹുബലി രണ്ടാം ഭാഗത്തിന്റെ കഥയെക്കുറിച്ചോ പശ്ചാത്തലത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഒന്നാം ഭാഗത്തിൽ പല മാനുഷിക മൂല്യങ്ങളുമുള്ള ബാഹുബലി മത്സരത്തിനൊടുവിൽ കാലകേയൻ എന്ന ശത്രുവിനെ തോൽപ്പിച്ച് മകിഴ്മതിയെ സംരക്ഷിക്കുന്നു. ഈ മാനുഷിക മൂല്യത്തിന്റെ പേരിൽ ബാഹുബലി രാജാവായി അവരോധിക്കപ്പെടുന്നു. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് സൈന്യാധിപനായ കട്ടപ്പ ബാഹുബലിയെ കുത്തിവീഴ്ത്തുന്നു. കട്ടപ്പ ബാഹുബലിയെ കൊന്നതെന്തിന്? ഇതിന്റെ ഉത്തരം അടുത്ത ഭാഗത്തിൽ നൽകാം എന്ന ധ്വനിയോടെയാണ് ബാഹുബലി ഒന്നാം ഭാഗം അവസാനിക്കുന്നത്. ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയായി ഫ്ലാഷ് ബാക്ക് ശൈലിയിലാണ് രണ്ടാം ഭാഗത്തിന്റെ കഥ പറയുന്നത്. ബാഹുബലി രണ്ടാം ഭാഗത്തിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യ ഒരു മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. ബാഹുബലി ഒന്നാം ഭാഗത്തിലെ അതേ ടീം തന്നെയാണ് ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നത്. ഒന്നാം ഭാഗത്തിലെ താരങ്ങളെല്ലാം തന്നെ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകും. കബാലി എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ പ്രീ റിലീസിംഗും പരസ്യ പിന്തുണയും ലാഭവുമാണ് ബാഹുബലിയുടെ നിർമ്മാതാക്കളെ പ്രലോഭിപ്പിക്കുന്നത്. ബാഹുബലി സെക്കൻഡ് റിലീസിംഗിന് മുമ്പ് തന്നെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കും എന്നതാണ് അറിവ്. ബാഹുബലി സെക്കൻഡ് തിയേറ്ററുകളിൽ എത്തിക്കുന്നതിനു മുമ്പ് ഈ സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും നോവലുകളും അനിമേഷൻ സിനിമയും പുറത്തിറക്കാനാണ് നിർമ്മാതാക്കളുടെയും സംവിധായകന്റെയും പദ്ധതി. ലോകം മുഴുവൻ ബാഹുബലി സെക്കൻഡ് പ്രദർശനത്തിന് എത്തിക്കുക എന്നുള്ളതും നിർമ്മാതാക്കളുടെ ലക്ഷ്യമാണ്. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന K പ്രൊഡക്ഷൻസ് ആണ് വലിയ മത്സരത്തിനൊടുവിൽ ബാഹുബലി സെക്കൻഡിന്റെ വിദേശ വിതരണാവകാശം സ്വന്തമാക്കിയത്. ഒപ്പം തമിഴ്നാട്ടിലെ വിതരണാവകാശവും അവർ തന്നെ നേടി. ഇത് രണ്ടും കൂടി 100 കോടി രൂപയ്ക്ക് മേൽ വരും എന്നാണ് സൂചന. ബാഹുബലി സെക്കൻഡിന്റെ മൊത്തം ബിസിനസ് നോക്കിയാൽ റിലീസിന് മുൻപ് 300 കോടിക്ക് മേൽ ബാഹുബലി സെക്കൻഡ് നേടും. ബാഹുബലി ഒന്നാം ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനുമായി 6 വർഷത്തോളം മാറ്റിവെച്ച നായകൻ പ്രഭാസ് ബാഹുബലി സീരീസിനായി വിവാഹം പോലും മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് അറിവ്. ബാഹുബലി സീരീസിൽ നിന്നും വിവിധ ഇനങ്ങളിലായി പ്രതിഫലമായി 350 കോടി രൂപയെങ്കിലും പ്രഭാസ് വാരിക്കൂട്ടും. 2017 ഏപ്രിൽ 14 ദുഃഖവെള്ളി ദിനത്തിൽ ആണ് ബാഹുബലി സെക്കൻഡ് റിലീസ് ചെയ്യുക. എന്തായാലും പ്രേക്ഷകർ ബാഹുബലി സെക്കൻഡിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.